തിരുവനന്തപുരം മേയർ, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ പെൺകുട്ടി ആര്യ രാജേന്ദ്രൻ, അവരുടെ ഹസ്ബൻഡ് കേരള നിയമസഭയിലെ MLA സച്ചിൻ റോഡ് ബ്ലോക്ക് ചെയ്ത് KSRTC ബസ് തടഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട അവർ തമ്മിലുള്ള വാക്കേറ്റം. പിന്നീട് ആര്യ പരാതി കൊടുക്കുന്നു, അവരെ സെക്ഷൽ ചേഷ്ടകൾ കാണിച്ചു. ഇതൊക്കെ ആ രണ്ട് ഭാര്യയും ഭർത്താവും എനിക്ക് തോന്നുന്നു ഇമ്മച്വേർഡാണ്. അതായത് ഇവർക്ക് രണ്ടു പേർക്കും തലയ്ക്ക് ബോധമില്ല. അതാണ് ചില ആളുകളെ നമ്മൾ എലക്ട് ചെയ്ത് എടുക്കുമ്പോൾ ഇവർക്ക് ബേസിക്കലി എന്താണ് ഈ റോഡിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ അടിപിടി സംഭവം, ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാത്ത രണ്ട് പേക്കൂത്ത് കുട്ടികളാണ് ഇവർ രണ്ടുപേരും. അതായത് ഒരു പബ്ലിക് റോഡിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് KSRTC. ഇനി ഡ്രൈവർ അങ്ങനെ കുറ്റം ചെയ്തു എന്ന് ധരിക്കുക. അതായത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സാധാരണക്കാരനോ MLA, ഇപ്പം ഞാൻ ആരാണെങ്കിൽ തന്നെ ഇവർ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. ഒരിക്കലും ആ റോഡിൽ വെച്ചല്ല പ്രശ്നമുണ്ടാക്കേണ്ടത്. അവർക്ക് അതിനെപ്പറ്റി പരാതിയുണ്ട്. ഈ ഡ്രൈവർ റാഷായിട്ടാണ് ഡ്രൈവ് ചെയ്തത്, ഈ നേരെ ചൊവ്വയല്ല. ഇയാളുടെ പഴയകാല കുറ്റങ്ങളൊക്കെ CPM സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ വെച്ച് പറയുന്നുണ്ട്. പെട്ടെന്ന് പറയുന്ന ഇയാൾ BJP കാരനാണ്, BMS, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ആ ഒരു സിസ്റ്റത്തെ പൊളിക്കാനാണ് ശ്രമിക്കുന്നത്. ആ സിസ്റ്റമാണ് ബേസിക്കലി എല്ലാവരെയും നമ്മളെല്ലാം നടത്തുന്നത്. എന്താണ് പൊളിക്കാൻ ശ്രമിച്ച സിസ്റ്റം? അതായത് റോഡിൻ്റെ പബ്ലിക്കായിട്ട് കാറ് കൊണ്ട് കുറുകെയിടുന്നു, കുറച്ച് ആൾക്കാർ വന്ന് ഡ്രൈവറുമായിട്ട് തർക്കമുണ്ടാകുന്നു, ഹസ്ബൻഡ് വണ്ടിക്കകത്ത് കയറുന്നു. അത് കഴിഞ്ഞിട്ട് ആരെയും കൂട്ടർ അവിടെ ആരോ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പോയി ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, പാർട്ടിക്കാർ ഉദ്ദേശിക്കുന്നത് ഈ സിമ്പിളായിട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആലോചിച്ച് നോക്കാം. അതായത് ഈ ആര്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് തലയ്ക്ക് ബോധമില്ലാത്ത പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ രൂപം മാത്രമേ ഉള്ളൂ. ആ രൂപം കണ്ടാലേ അറിയാൻ തലയ്ക്കകത്തൊന്നുമില്ല. എന്നിട്ട് തിരുവനന്തപുരം നഗരസഭ യുനാനിമസ് ആയിട്ടാണ്, കാരണം അവിടെ പാസ്സാക്കി ഈ ഡ്രൈവർക്കെതിരെ നിയമ നടപടി എടുക്കണം, അയാളെ ടെർമിനേറ്റ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എത്ര ഭീകരമായ സംഭവമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഞാൻ KSRTC അതിൻ്റെ ഡ്രൈവറിനെ ഒരിക്കലും അനുകൂലിക്കുന്ന ഒരാളല്ല. പക്ഷെ നമ്മൾ നടക്കുന്നൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുവാൻ വേണ്ടിയാണ് ആര്യയും ഭർത്താവും അവരുടെ ഫാമിലി എല്ലാം ശ്രമിച്ചത്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത് പബ്ലിക്ക് കാണുമ്പോൾ പോലീസും അഡ്മിനിസ്ട്രേഷനും എല്ലാം ഈ തെറ്റ് ചെയ്ത ആര്യയുടെയും കുടുംബത്തിൻ്റെയും പേരിൽ ഇപ്പം അവരുടെ പവറുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതായത് സാധാരണക്കാരൻ, എന്നെ പോലെയുള്ളവരും സാധാരണക്കാരനല്ല, ഈ റോഡിനകത്ത് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇനി ഉണ്ടാകുന്ന വണ്ടികളെല്ലാം പിടിച്ച് ബ്ലോക്ക് ചെയ്യും, അവിടെ അടിയുണ്ടാകും, പ്രശ്നമുണ്ടാകും. അതായത് റോഡ് എന്ന് പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റാത്ത രീതിയിലോട്ട് ഇതാക്കി മാറ്റും. ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഇഷ്യൂ ആയിട്ട് മാറി. ഇവിടെ ഗവൺമെൻറ് ചെയ്യേണ്ടത്, ആരാണ് തെറ്റുകാരൻ, യദുവാണോ തെറ്റുകാരൻ, ആര്യയാണ് തെറ്റുകാരൻ, അവരുടെ ഭർത്താവാണ് തെറ്റുകാരൻ, അവരെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ പബ്ലിക്കിനൊരു മെസ്സേജ് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം കൊടുക്കുന്ന സന്ദേശം എന്താ? ഗവൺമെൻറ് പോലീസ് ക്ലീൻ ചിട്ട് കൊടുത്തു ആര്യയ്ക്ക്. എന്തിന് ക്ലീൻ ചിട്ട് കൊടുക്കുന്ന? അവർ കാണിച്ച തെറ്റിനെ പോലീസ് പണിഷ് ചെയ്യണം, പ്രോസിക്യൂട്ട് ചെയ്യണം. കാരണം അവരവരുടെ പവറിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ഭാര്യയും ഭർത്താവും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കാണിക്കുന്ന രീതിയിൽ അതാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഡൽഹിയിലൊക്കെ വണ്ടി ഓടിക്കും, അവിടെ ചെറിയ തട്ടും മുട്ടും ഇതൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഡൽഹി വണ്ടിയുടെ എപ്പോഴും തട്ടും മുട്ടും എല്ലാം നിങ്ങൾക്ക് കാണാം, വണ്ടി എപ്പോഴും ചിളകിയിരിക്കുക.
കാരണം ആരും ഇത് ബോധേടല്ല. ഇത് അത് കാരണം അവരുടെ ഡെയിലി ലൈഫിൻ്റെ ഇതാണ്. അതേപോലെ ബോംബെ, മറ്റുള്ള സിറ്റികളിലൊക്കെ ഇപ്പം ഇവിടെ ഈ കപ്പിൾസ് ഇത് കാണിക്കാനുണ്ടായ ഒരേ ഒരു കാരണം, ഒരാൾ മേയർ, സിറ്റി മേയർ, മറ്റേയാൾ MLA. അവർക്കെന്തും ചെയ്യാം, എവിടെയും ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവരുടെ വിരൽത്തുമ്പിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉള്ളത്. അവിടുത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെയോ മന്ത്രിയുടെ ഓഫീസിലോ നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ ഉണ്ടാകാൻ ഒരു അന്വേഷണം ഉണ്ടാകും, ശക്തമായ അന്വേഷണം ഉണ്ടാകും. അതിന് പകരം പബ്ലിക് റോഡിൽ കാണിച്ച ഈ ഡിസ്പ്ലേ, അതായത് അഹങ്കാരം തലയ്ക്കകത്ത് കയറിയേക്കുക. അല്ല, പ്രായപൂർത്തിയാത്ത ഇമ്മച്ചുവറായിട്ട് ഈ കപ്പിൾസിൻ്റെ അഹങ്കാരം, അതിനെതിരെ പോലും ഗവൺമെൻറ് നിശബ്ദമായിട്ട് നോക്കി നിന്ന് കുറ്റം ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്തുവാ ആലോചിച്ച് നോക്കണം. ഇതാണ് കൂടുതൽ ദുരന്തത്തിലേക്ക് പോകുന്നത്. നാളെ എല്ലാവരും കയറി ചെയ്യും, ബൈക്കുകാരനും അവനും ഇവനും എല്ലാം കയറി ചെയ്യും. ഇതേ ഉള്ളൂ സംഭവം. അവർക്കത് കഴിഞ്ഞ് പൊളിറ്റീഷ്യനെയോ ഈ പറയുന്ന പോലീസുകാരനെയോ വിളിച്ച് കാര്യങ്ങൾ നടത്തി അവൻ്റെ കാര്യം നടക്കാം. അതേസമയം ഇത് പവർഫുള്ളായിട്ടുള്ള ഹസ്ബൻഡിനെയും വൈഫിനെയും പ്രോപ്പറായിട്ട് പോലീസ് അന്വേഷണം നടത്തി പണിഷ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഇത് MP അല്ല, MLA അല്ല, മേയർ അല്ല, മന്ത്രിയാണെങ്കിലും ഞങ്ങൾ നീതിപൂർവം ജസ്റ്റിസ് നടപ്പിലാക്കി, നിങ്ങൾക്ക് റോഡ് തടയാൻ പറ്റത്തില്ല. ഈ മെസ്സേജ് കൊടുക്കുന്നതിന് പകരം പിണറായി വിജയൻ ഗവൺമെൻറ്റും അവരുടെ പാർട്ടിയും ചെയ്യുന്ന വൃത്തികേട്, അത് കേരളത്തിൻ്റെ ശരിക്കും മൊറാൽ നശിപ്പിക്കും. അതാണ് ഈ പറയുന്ന റോഡ് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനുള്ളത്.